അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഡ്രസ്സിൻ്റെയൊക്കെ ഏരിയ അകത്തോട്ട്. ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഇവിടെ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണിത്. നമ്മൾ ഇന്നലെ ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നിർത്തി വരുന്നത്. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ട്രെയിനിന് വന്നിറങ്ങിയത് നമ്മളൊരു 3 മണിക്കാണ്. അപ്പോൾ 3 മണി സമയത്ത് നമ്മൾ വന്നിറങ്ങി. കാരണം പിന്നെ നമ്മൾ റൂം കാര്യങ്ങളൊന്നും എടുത്തില്ല, നമ്മൾ നേരെ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഭയങ്കര വെയിൽ, ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ വൈകിട്ട് ശേഷം പിന്നെ റെസ്റ്റ് എടുത്ത് രാത്രിയെങ്കിലും പുറത്തിറങ്ങിയില്ല. അപ്പം ഇത് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്, ഗോവയിലുള്ള രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പനാജിയിലാണ് ഗോവയിൽ. നമ്മൾ ഇന്നലെ പോയത് ഓൾഡ് ഗോവയുടെ ആ ഒരു സൈഡിലോട്ടാണ്. ഇന്ന് നമ്മൾ പനാജിയിൽ കുറച്ച് സ്ഥലങ്ങളാണ് കറങ്ങാൻ പോണത്. അപ്പം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയുമോ? നമ്മളിപ്പോൾ ഉള്ളത് പനാജിയിൽ നമ്മൾ കലാ അക്കാഡമിയുടെ സൈഡിലാണ്. ഇതാണ് കലാ അക്കാഡമി എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ചെറുതായിട്ട് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കലാ അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്ക് ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് പണ്ടത്തെ ചാൾസ് കൊറിയ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ കലാ അക്കാഡമിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടോട്ട് വന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ 1-2 അടുത്ത കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്, ഫൗണ്ടനാസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോകുന്നു. പിന്നെ ഈ ബീച്ച് സൈഡിലൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കലാ അക്കാഡമി. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പനാജി മെയിൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കലാ അക്കാഡമിയിലോട്ട് ഒരു 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ പൊളിച്ചു തുടങ്ങി, ചെറുതായിട്ട് പൊളിച്ചു തുടങ്ങി. ഇപ്പോൾ ഇതിനെ നമ്മൾ ബസ്സിന് വന്നപ്പോൾ കണ്ടു, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ള ബിൽഡിങ് ചെറുതായിട്ട് പൊളിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വേണം എൻട്രി ചെയ്യാം. ഇവിടെ എന്തോ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതുവഴി എൻട്രി ചെയ്യാം. ഇവിടെ ഗേറ്റൊക്കെ കാണുന്നുണ്ട്. മുമ്പ് എനിക്കൊന്ന് ഇതുവഴി ആയിരുന്നായിരിക്കും എൻട്രി. കണ്ടില്ലേ കലാ അക്കാഡമി ഇങ്ങനെ നീളത്തിനാണ് കിടക്കുന്നത്. ഇത് ഒരു ക്യാപിറ്റൽ സിറ്റി അല്ലേ പനാജി എന്ന് പറയുന്ന, ഗോവേൻ്റെ ക്യാപിറ്റൽ അല്ലേ പനാജി. അപ്പം ഇവിടെ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കിടലം ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഗോവ ഫുള്ള് ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്ന ഫുള്ള് പാർട്ടിയും കൂടെ അങ്ങനത്തെ ഒരു സ്ഥലമൊന്നുമല്ല. ഇപ്പോൾ ഒരു പകുതി കൂടുതൽ സ്ഥലങ്ങളും സ്ലമ്മും പിന്നെ അതുപോലെ തന്നെ ഈ പാൻ കടകളും പിന്നെ ഒരുപാട് മറ്റേ ഒരു നമ്മൾ നോർത്ത് ഇന്ത്യ പോകുമ്പോഴുള്ള ഒരു സൈഡില്ല, അതുപോലെ തന്നെയാണ് ഫുള്ളും ഇവിടെ. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ബീച്ചും ആ ഒരു വൈബിലൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇന്നലെ പോയ സ്ഥലങ്ങളെല്ലാം ഒരുവിധം അങ്ങനെ അത്ര നീറ്റും ക്ലീനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ക്യാപിറ്റൽ ടൗൺ ആയതുകൊണ്ട് തന്നെ അത്ര നീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ട് കയറാം. ഇതിനകത്ത് കുറച്ച് ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇതുവഴി വേണം അല്ലേ ഇനി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇതുവഴി നമുക്ക് അകത്തോട്ട് വരണം. ഇവിടെ കുറേ ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ട്, അതിൻ്റെ ഇതൊക്കെ ഉണ്ട്, ഫ്ലോർ മാറ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ചെടിയുടെ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ പാത്രങ്ങളും ഇവിടെ ഒരുപാട് നമ്മൾ നേരത്തെ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു ഒരുപാട് പാത്രങ്ങൾ. എന്ന് വെച്ചാൽ പല ഡിസൈനിലുള്ള ഫ്ലോറൽ പാറ്റേണിലൊക്കെയുള്ള പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെറാമിക്കായിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഇതുവഴി വേണം കലാ അക്കാഡമിയുടെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെണ്ണം കയറട്ടെ, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇതുപോലത്തെ ഫ്ലോർ മാറ്റ്സും പിന്നെ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഡ്രസ്സിൻ്റെയൊക്കെ ഏരിയ അകത്തോട്ട്. പിന്നെ അല്ല ഇവിടെയൊക്കെ കണ്ടില്ലേ ഫുള്ള് ഡ്രസ്സിൻ്റെ ഷോപ്പുകളും പിന്നെ ഓരോ സുവനീർ ഷോപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു വരിക്ക്. അങ്ങറ്റത്ത് കാണുന്നത് ബീച്ച്, ആ സൈഡ് ബീച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം കലാ അക്കാഡമിക്കകത്ത് കയറിയിട്ട് വരാം. അവിടുന്ന് അകത്തുനിന്ന് കയറി വന്നിട്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തോട്ടൊക്കെ ഇറങ്ങാം. അപ്പോൾ ഇതിനകത്ത് എൻട്രി ഉണ്ടോ എന്നൊന്ന് നോക്കണം, പിന്നെ ക്യാമറ അലൗഡ് ആണോ എന്നുള്ളത് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഇതിനകത്ത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഇതായിരുന്നു കലാ അക്കാഡമി. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അതുകൊണ്ട് ഇവിടെ കണ്ട ഷോപ്പുകളിലൊക്കെ ഉണ്ടല്ലോ. ഇത് ഇവിടുത്തെ ഹാങ്ങിങ്സാണ്, വാൾ ഹാങ്ങിങ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുണ്ട് ഇതിനകത്ത് ഫുള്ള് ഡ്രസ്സിൻ്റെ ഏരിയയാണ്. ഇവിടെ എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഇവിടുത്തെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവും. മൊത്തം ക്രാഫ്റ്റ് ഐറ്റംസും ഈ ഭാഗത്തെല്ലാം ഫുള്ള് ഡ്രസ്സുകളൊക്കെയാണ്. ഇതിനകത്ത് ഫുള്ള് ഡ്രസ്സുകളൊക്കെ.
നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ സെയിം സംഭവം തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഫുള്ള് ഡ്രസ്സിൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് ഡ്രസ്സിൻ്റെ. ഇപ്പം അതുപോലെ ഉണ്ടോ, അകത്തോട്ട് നമുക്കിങ്ങനെ കെട്ടിയിട്ട് ഫുള്ള് ഡ്രസ്സിൻ്റെ ഇതുപോലെ ഉണ്ടോ, ഒരു മേള പോലെ അകത്തോട്ട് ഫുള്ള് ഇങ്ങനെ അതെല്ലാം ഡ്രസ്സുകളാണ്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന അപ്പുറത്തുണ്ട്, അതാണ്ട് ഇപ്പുറത്ത് വീണ്ടും ഒരെണ്ണമുണ്ട്. പിന്നെ പുറത്തല്ലാത്ത കച്ചവടങ്ങളും ഉണ്ട്. ഇതെല്ലാം നടക്കുന്ന ഈ ഒരു കലാ അക്കാഡമിയുടെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലേ ലോകോത്സവം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അകത്ത് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഓരോ സ്റ്റേറ്റിലുള്ള മെയിൻ ആയിട്ടുള്ള ഓരോ പ്രോഗ്രാംസ് ഇതിനകത്ത് ഓരോ ദിവസം നടക്കുന്നതിൻ്റെ ഡേറ്റും. ഇത് പരിപാടി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് 26 to 4 തീയതി വരെയാണ്, ഫെബ്രുവരി 4 വരെ ഉണ്ട്. ഇതിനകത്ത് കേരളത്തിൻ്റെ ഉണ്ട്, കേരളത്തിൻ്റെ കളരിപ്പയറ്റ്. അതുപോലെ ഓരോ സംസ്ഥാനത്തിൻ്റെ ഓരോ പ്രോഗ്രാംസാണ് ഇവിടെ നടക്കുന്നത്. അതിനൊരു സ്റ്റേജും ലാസ്റ്റ് ഇതിൻ്റെ ഒരു അവസാനമായിട്ട് അതുകൊണ്ട് കണ്ടാണ് സ്റ്റേജ്. ഇവിടെയാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. നൈറ്റ് ആയിരിക്കും മിക്കവാറും പ്രോഗ്രാംസ് നടക്കുന്നത്. അതിൻ്റെ ചുറ്റിനും ഇതുപോലെ ഷോപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ടൈമിലും ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോ പ്രോഗ്രാംസ് ആയിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലാ അക്കാഡമിയുടെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു കല തന്നെയല്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ തന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇത് ആക്കിയിരിക്കുന്നത്. ഈ കലാ അക്കാഡമി ഇപ്പോൾ വർക്കിംഗ് അല്ല, റിനോവേഷൻ്റെ ഇതിൽ നടക്കുക. അതുകൊണ്ട് അതിൻ്റെ സ്റ്റേജാണിത്. നമുക്കിനി അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഇവിടുന്ന് ഇറക്കിയിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉച്ചയായി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കലാ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കേരള ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഫൗണ്ടനാസിലാണ്, ഗോവയിലുള്ള ഫൗണ്ടനാസിലാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോർച്ചുഗീസ് സ്ട്രീറ്റാണ് പണ്ടത്തെ കാലത്തെ. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ഹെറിറ്റേജ് വാക്കാണ്. അപ്പം ഇതുപോലത്തെ ബിൽഡിങ്ങുകളും അങ്ങനത്തെയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൗണ്ടനാസ് എന്ന് പറയുന്നത്. പോർച്ചുഗീസ് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഇവിടെ. ഇത് പണ്ടത്തെ കാലത്ത് പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവരുണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ഫുള്ള് മറ്റേ ഇതുപോലത്തെ അയൺ വെച്ചിട്ടുള്ള ഹാൻഡ് റെയിൽസും പിന്നെ ടെറാക്കോട്ട റൂഫിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബാൽക്കണീസൊക്കെ ഉണ്ടോ, പിന്നെ പല കളറിലുള്ള ബിൽഡിങ്ങും അങ്ങനത്തെയൊക്കെയാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്ത്. കൊച്ചിയിലൊക്കെ മുമ്പ് ഫോർട്ട് കൊച്ചി ഇല്ലേ, ഫോർട്ട് കൊച്ചി ഒരു പോർച്ചുഗീസ് സ്റ്റൈലല്ലേ, അതുപോലെയാണ് ഈ ഗോവയിൽ. ഇതെല്ലാം കണ്ടില്ലേ, ബിൽഡിങ്സ് എല്ലാം പല പല കളറിലുണ്ട്. റെഡ്, യെല്ലോ, ഉണ്ട് ഗ്രീൻ, ബ്ലൂ, പിന്നെ ഒരു മെറൂൺ, അങ്ങനെ പല പല കളറിലുള്ള ബിൽഡിങ്സാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഈ മേളത്തെ ഫ്ലോറിൽ ബാൽക്കണീസാണ്. അതിൽ താഴെ ഇങ്ങനെ നടക്കാനുള്ള ഒരു പാത്ത് വേയും അങ്ങനത്തെയാണ് ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 1600, 1700 ആ ഒരു ടൈമുകൾ ഉണ്ടാക്കിയ കുറേ ബിൽഡിങ്ങാണ്. പക്ഷേ ഇതൊക്കെ പുതിയത് വന്ന ബിൽഡിംഗ് ആണെങ്കിലും എല്ലാം ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടാണ് അവർ വീണ്ടും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ മേളത്തുള്ളതിന് ഇങ്ങനെ ഒരു ബാൽക്കണി ഒരു ഇത് വേണം. എന്നിട്ട് താഴെ ഇതുപോലെ വാക്ക് നടക്കാനുള്ളൊരു സെറ്റപ്പ് വേണം. മേളിൽ കണ്ടില്ല ആ ഒരു ഹാൻഡ് റെയിലെല്ലാം ഒരു അയൺ വെച്ചിട്ടുള്ള ഹാൻഡ് റെയിലും പിന്നെ ടെറാക്കോട്ട റൂഫിങ് അങ്ങനത്തെ ഇതായിരിക്കും മേളിൽ കൊടുത്തത്. എന്നിട്ട് നടുക്കൂടെ ഇതുപോലെ നടക്കാനുള്ള സ്പേസാണ്. ഈ നടക്കാനുള്ള സ്പേസിൽ ചിലപ്പം ഇത് വാക്ക് വേ ഇട്ടിട്ടേക്കും, ചിലപ്പോൾ ഇവിടെ ഷോപ്പുകളാണ്. ചിലയിടത്താണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഷോപ്പുകളാണ്. ഇതുപോലെ ഒരു കവേർഡ് ആയിട്ടുള്ളൊരു പാത്ത് വേ കിട്ടും. ഇതുണ്ട്, ഇതുപോലെ നടക്കാനുള്ളൊരു സ്പേസ് കിട്ടും. അപ്പം ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ നടുക്കൂടെ ഇതുപോലെ ഇങ്ങനെ നടക്കാനുള്ളൊരു സ്പേസും കാണും. ചില സമയത്ത് ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ സൈഡിൽ ഷോപ്പുകളും കാണും. ഇതിൻ്റെ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടല്ലോ ഈ ഒരു പല പല ഡിഫറെൻറ്റ് കളറുകൾ കൊടുത്തേക്കുന്ന കൂടെ തന്നെ ഈ വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയൊക്കെ ബോർഡറുകളിൽ വൈറ്റ് കളർ അവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ ബിൽഡിംഗ് ഇതിലാണെങ്കിലും ഉണ്ടാകും ആ വിൻഡോയുടെയും ഡോറിൻ്റെയും ഭാഗത്തൊരു വൈറ്റ് ബോർഡർ കൊടുക്കും. ഇപ്പോൾ ആ ബ്ലൂയിലാണെങ്കിലും വൈറ്റ് ബോർഡർ ഉണ്ട്, ആ ഗ്രീനിലാണെങ്കിലും വൈറ്റ് ബോർഡർ ഉണ്ട്, അതുകൊണ്ട് ഈ റെഡിലാണെങ്കിലും വൈറ്റ് ബോർഡർ ഉണ്ട്. അതുപോലെ എല്ലാ കളറിലും ഇപ്പോൾ ഏത് കളറിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഡോറിൻ്റെയും വിൻഡോൻ്റെയും മുകളിലും താഴേക്കായിട്ട് വൈറ്റ് ബോർഡറുകൾ അവർ കൊടുക്കും. അതാണ് ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഇതൊരു മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും അവർ ഇത് ഫോളോ ചെയ്ത് തന്നെ ആ ഒരു ഹെറിറ്റേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫോളോ ചെയ്ത് തന്നെ അവർ വീണ്ടും അത് ചെയ്തു പോകും. അപ്പോൾ
നമ്മൾ ഫൗണ്ടനാസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ബാഗ ബീച്ചിലോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ് കയറി ഇവിടെ ബാഗ ഇറങ്ങിയിട്ട് അവിടെ സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ബീച്ചിലോട്ടാണ് നടക്കുന്നത്.